കൊച്ചിയിലോട്ട് പോവുകയാണേ. ഓഫീസിലെ ലാപ്ടോപ്പ് സബ്മിറ്റ് ചെയ്യാനുണ്ട്, അതിനാണ് മെയിനായിട്ട് ഞങ്ങൾ പോകുന്നത്. പിന്നെ എൻ്റെ 2 ഫ്രണ്ട്സ് അവിടെ ഉണ്ട്, അപ്പോൾ അവരെ ഒന്ന് മീറ്റ് ചെയ്യണം. ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ തന്നെ വൈകുന്നേരമായി ഉണ്ടായിരുന്നു. അതുകൊണ്ട് അന്ന് ഫുള്ള് റെസ്റ്റ് എടുത്തു. പിറ്റേ ദിവസം രാവിലെയാണ് ഞങ്ങൾ നേരെ ഫ്രണ്ട്സിനെ മീറ്റ് ചെയ്യാൻ പോകാമെന്ന് വിചാരിച്ചത്. അന്നത്തെ ദിവസം ജസ്റ്റ് ഒന്ന് ചിൽ ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്ന് മട്ടാഞ്ചേരി, ഫോർട്ട് കൊച്ചി ഒക്കെ കണ്ടിട്ട് വരാമെന്നായിരുന്നു പ്ലാന്. പക്ഷേ മഴ സീസൺ ആയതുകൊണ്ട് ഫോർട്ട് കൊച്ചി പോകാൻ പറ്റിയില്ല. ഞാനിവരെ രണ്ടാളെയും മീറ്റ് ചെയ്തിട്ട് കുറച്ച് കാലമായി, അതുകൊണ്ട് തന്നെ ഒരുപാട് കഥകൾ പറയാനുണ്ടായിരുന്നു. ഞാനൊരു 2 വർഷം മുന്നേ എറണാകുളത്ത് തന്നെയായിരുന്നു, പാലാരിവട്ടത്ത്. ഞങ്ങൾ 8 പേരുണ്ടായിരുന്നു. 8 പേരും സെയിം റൂമിൽ തന്നെയായിരുന്നു. പിന്നെ ഞങ്ങൾ കുറച്ച് പേര് വർക്ക് ഫ്രം ഹോം ചൂസ് ചെയ്തിട്ട് വീട്ടിലേക്ക് പോയി. അങ്ങനെയാണ് ഇവർ രണ്ടാളും ഇവിടെ ബാക്കിയായി. സത്യം പറഞ്ഞാൽ അങ്ങനെ ആയത് നന്നായി എനിക്കിടയ്ക്ക് തോന്നാറുണ്ട്. കാരണം ഇതേപോലെ എന്തെങ്കിലുമൊക്കെ ഒരു ആവശ്യത്തിന് വരുന്ന സമയത്ത് നമുക്ക് ഇവരെ മീറ്റ് ചെയ്യാനോ ഒരുമിച്ച് കറങ്ങാൻ പോകാനോ ഒക്കെ ഒരു രസമാണ്. പിന്നെ ഇങ്ങോട്ടേക്ക് ഇങ്ങനെ വരാൻ തോന്നും. കൊച്ചി എന്ന് പറയുന്നത് ഒരു ലൂപ്പാണെന്നൊക്കെ പറയുന്നത് കേട്ടില്ലേ? അത് സംഭവം സത്യം തന്നെയാണ്. കാരണം ഞാൻ വീട്ടിലെത്തിയതിന് ശേഷമാണ് എനിക്കത് റിയലൈസ് ചെയ്യാൻ പറ്റിയത്. കാരണം വീട്ടിലിരിക്കുന്ന സമയത്ത് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട് വീട്ടിലേക്ക് എന്നെ വരണ്ടില്ലായിരുന്നു, അവിടെ തന്നെ നിന്നാൽ മതിയായിരുന്നു എന്നൊക്കെ. പക്ഷേ വേറെ പല കാര്യങ്ങളും ആലോചിക്കുന്ന സമയത്ത് തോന്നും വീട്ടിൽ നിന്നാൽ മതിയെന്ന്. മട്ടാഞ്ചേരി എത്തിയപ്പോൾ ഞങ്ങൾ നേരെ പാലസിലേക്കാണ് പോയത്. ഉള്ളിലേക്കൊന്നും കയറിയില്ല, ജസ്റ്റ് പുറമേ നിന്ന് കണ്ട് പിന്നെ നേരെ ജ്യൂ ടൗണിലേക്ക് പോയി. അങ്ങനെ ഒരു 12:30 ആയപ്പോൾ ഞങ്ങൾ മട്ടാഞ്ചേരിയിൽ നിന്ന് നേരെ ഹൈക്കോർട്ടിലേക്ക് വാട്ടർ മെട്രോ കയറി കേട്ടോ. ഞങ്ങൾക്ക് എല്ലാവർക്കും നല്ല പോലെ വിശക്കുന്നുണ്ടായിരുന്നു, അതുകൊണ്ട് നേരെ ഫുഡ് കഴിക്കാനാണ് പോയത്. പിന്നെ ഒരു 7:30-8 മണിയൊക്കെ ആയ സമയത്ത് ഞങ്ങൾ കലൂർ സ്റ്റേഡിയത്തിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. കുറച്ച് ഫുഡൊക്കെ ട്രൈ ചെയ്തു ഞങ്ങൾ റൂമിലേക്ക് തിരിച്ചു പോയേ. പിറ്റേ ദിവസം രാവിലെ എനിക്ക് ഓഫീസിലേക്ക് പോകാനുണ്ടായിരുന്നു. ഞാനൊരു 3 വർഷത്തോളമായി ഇൻഫോപാർക്കിലെ EXL എന്ന് പറയുന്ന കമ്പനിയിലായിരുന്നു കേട്ടോ വർക്ക് ചെയ്തത്. അങ്ങനെ ലാപ്ടോപ്പൊക്കെ തിരിച്ചു കൊടുത്തു നേരെ നാട്ടിലേക്ക് ട്രെയിൻ കയറി. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.